വാച്ചി എന്താടാ എല്ലായിടും കറങ്ങി കണ്ടോ? ആ ഇനി നിങ്ങൾ ഒരുമിച്ചുള്ള ഫോട്ടോ എനിക്ക് എടുക്കണം. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തല്ലോ. ഞങ്ങൾ ഒരുപാട് ഫോട്ടോസ് എടുത്തു. ഇത് അങ്ങനെയുള്ള ഫോട്ടോ ഒന്നും അല്ല. പിന്നെ എന്റെ ഫോണിലെടുക്കുന്ന നിങ്ങൾ ഒരുമിച്ചുള്ള അതിമനോഹരമായൊരു ഫോട്ടോ. ആ അത് കൊള്ളാം. എന്നാ പിന്നെ വേഗം എടുക്കാം. ഇങ്ങോട്ട് നിക്കങ്ങോട്ട്. എടുക്ക ചേച്ചി, ഒരു മാസ്റ്റർ പീസ് ഫോട്ടോ. ഈ കഞ്ഞിയെടുത്ത് തോൾ വയ്ക്ക്. ഇങ്ങനെ ഇത് നോക്കട്ടെ. ഓ അടിപൊളി. ഇങ്ങനൊരു ഫോട്ടോ ഈ ഭൂമിയിൽ വേറെ കാണില്ല. ശ്രീരാമനും സീതയും പോലെ, കൃഷ്ണനും രാധയും പോലെ, ശിവനും പാർവതിയും പോലെ. കൊള്ളാം, സൂപ്പർ സൂപ്പർ. ചേച്ചി ഇത് വേഗം ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്തേ. ചേച്ചി വേഗം പോസ്റ്റ് ചെയ്യ്, വേഗം പോസ്റ്റ് ചെയ്യ്. മോളെ മോക്ക് എന്താ ഇപ്പൊ വേണ്ടത്? അവരുടെ അടുത്തേക്ക് പോണോ? മോളൊരു വാക്ക് പറഞ്ഞാ മതി, ചേട്ടത്തി കൊണ്ടുപോകും മോളെ. പോണോ മോളെ? മോള് പറ. പോണം. പൂജ, പൂജ, പൂജ.
അയ്യോ മോളെ പൂജ, നമ്മളിത് എവിടെയാ മോളെ? ആരാ നമ്മളെ ഇവിടെ കൊണ്ടുവന്നത്? എന്റെ കർത്താവേ, ആദി അയ്യോ. ഒക്കെ വിശദമായിട്ട് ഞാൻ പറഞ്ഞുതരാം. സോറി, ഞങ്ങൾ പറഞ്ഞു തരാം. ശ്ശോ. ഉയ്യോ. അതെ, അതെ. ഞാനിരിക്കുന്നത്. എന്റെ പൊന്നു മോളെ പൂജക്കുട്ടി, നിനക്ക് സുഖം തന്നെയല്ലേ? ദേ, എന്റെ പള്ളക്ക് നീ കത്തി കുത്തിക്കേറ്റിന്റെ പാട് ഇപ്പോഴും വലിയ ചുണ്ടൻവെള്ളം പോലെ കിടപ്പുണ്ട്. കാണാ, നോക്ക്, കാണാ, കാണ. എന്നാ വേണ്ട, അത് നമ്മുടെ അങ്കിള് മോക്ക് സ്വകാര്യമായിട്ട് കാണിച്ചു. എന്റെ പൊന്നെ, അച്ഛൻ കണ്ടില്ലായോ? അനിയത്തിയുടെ മോടെ പേരെടുക്കാൻ വേണ്ടി പോയ ക്ലാരമ്മ കുട്ടി അല്ലയോ ഇരിക്കുന്നത്? എന്നിട്ട് കാണാനിരിക്കാൻ എന്റെ കണ്ണിൽ വല്ല കുരുണ്ടാ? ആ കണ്ടു, വല കാലക്കരായി ക്ലാരമ്മ ഞാൻ കണ്ടു. സുഖം തന്നെയല്ലേ ക്ലാരമ്മേ? വിളിച്ചോ? അതെ, അന്ന് ആ കടുവാ കളിയുടെ ഇടയിലേ നമുക്ക് വിശദമായിട്ടൊന്നും സംസാരിക്കാൻ പറ്റിയില്ല. സാരമില്ല, ഇനി ഇഷ്ടം നമുക്ക് സംസാരിക്കാം. അപ്പൊ നമ്മുടെ ഇങ്ങോട്ട് വാ, നമ്മുടെ ഇങ്ങോട്ട് വാ, ഇങ്ങോട്ട് വാ. അതെ, നമ്മള് ഇവരെ എന്നതാ ചെയ്യാൻ പോന്നെ? നമ്മൾ ഈ ക്ലാരക്കുട്ടിയെ പൊക്കിയെടുത്ത് കൊക്കയിലേക്ക് തട്ടാനല്ലയോ പരിപാടി? പിന്നെ നമ്മുടെ പൂജമോടെ കാര്യം, അത് നമ്മുടെ ലാപ്ടോപ്പ് തിരിച്ചു കിട്ടുന്ന പോലെ നമ്മൾ പ്ലാൻ ചെയ്യും. ഇവളെ കൈ കിട്ടുമ്പോ ഇവളെ വലിച്ച് കീറി ഭിത്തിയിലൊട്ടിക്കണ ഞാൻ പ്ലാൻ ചെയ്തത്. അതിനിടയ്ക്കല്ലയോ ഒരു ലാപ്ടോപ്പിന്റെ കേസുമായിട്ട് വന്നു. ഓ, നീ എന്നാ ഒരു ഭാഗ്യവതിയാ എന്റെ മോളെ. നിനക്കും പിന്നെ നിന്റെ ഈ കൊച്ചിനും ജീവനോടെ ഇരിക്കാൻ ഈ കള്ളൻ, ഈ തങ്കപ്പെട്ട അച്ഛൻ ഒരു ഓപ്ഷൻ വെച്ചിട്ടുണ്ട്. അവൻ നിന്റെ കൊച്ചിന്റെ അച്ഛനല്ലാത്ത നിന്റെ ഭർത്താവ്. അവൻ ആ ലാപ്ടോപ്പും കൊണ്ട് ഇവിടെ ഞങ്ങളുടെ മുന്നിൽ എത്തുമ്പോ നിനക്ക് ഞങ്ങളുടെ സ്വപ്നങ്ങളെ തകർത്തെറിഞ്ഞുകൊണ്ട് ഒരു പരിക്കുമില്ലാതെ ഇവിടുന്ന് മോചനം.